ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. വ്യവസായാത്മിക ബുദ്ധിരേകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്താ ച ബുദ്ധയോ അവ്യവസായിനാം. സാരം: ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ലക്ഷ്യവും ഒന്നു മാത്രം. കുരുനന്ദന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയതാണ്. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തിലൂടെ ജീവിത പരിപൂർണതയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന ഒരാളുടെ ദൃഢമായ വിശ്വാസത്തെ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നു. ചൈതന്യ ചരിതാമൃതം. ശ്രദ്ധാരാബ്ധേ വിശ്വാസകഹേ സുദൃഢനിശ്ചയ കൃഷ്ണേ ഭക്തി കൈലേ സർവകർമ്മകൃതഹയ. ശ്രേഷ്ഠമായ ഒന്നിൽ ഉറച്ച മനസ്സുണ്ടാവുക എന്നാണ് വിശ്വാസപദത്തിൻ്റെ നിർവചനം. കൃഷ്ണാവബോധപരങ്ങളായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കെ ലൗകിക നിയമാനുസൃതമായി കുലപരമ്പരയോടോ മനുഷ്യ സമുദായത്തോടോ രാഷ്ട്രത്തോടോ ഉള്ള കടമകൾ ഒരാൾക്ക് നിറവേറ്റേണ്ടതില്ല. പൂർവജന്മങ്ങളിൽ ചെയ്ത നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങളെ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു. കൃഷ്ണാവബോധം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വകർമ്മങ്ങളുടെ ശുഭഫലങ്ങൾക്കായി ശ്രമിക്കേണ്ടതില്ല. കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും നിരപേക്ഷതലത്തിലാണ്. അവയ്ക്ക് നന്മ തിന്മകളെന്ന ഇരുഭാവങ്ങളില്ല. ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതികതാബോധത്തെ ത്യജിക്കുക എന്നതാണ് കൃഷ്ണാവബോധത്തിൻ്റെ പരിപൂർണത. കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുന്നതോടുകൂടി ഈ അവസ്ഥ തനിയെ കൈവന്നുകൊള്ളും.